ആഭ്യന്തര വകുപ്പിൽ കടുത്ത നിയന്ത്രണമുണ്ട്. വിവരങ്ങൾ ചോരുന്നത് ഒഴിവാക്കാനാണ് നിർദ്ദേശം. മുഖ്യമന്ത്രി നേരിട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ പോലും ചോരുകയാണ്. വിവരങ്ങൾ ചോർന്നാൽ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കും. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നതോടെയാണ് ആഭ്യന്തര വകുപ്പിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. ഡിവൈഎസ്പിമാരുടെ സ്ഥലം മാറ്റ പട്ടിക മുഖ്യമന്ത്രി മടക്കിയ സംഭവം ജനം TV പുറത്തുവിട്ടിരുന്നു. CPM ജില്ലാ സെക്രട്ടറിമാർ നൽകുന്ന പട്ടികയ്ക്കനുസരിച്ച് മാത്രം ഇനി സ്ഥലം മാറ്റങ്ങൾ നടത്താനായിരുന്നു തീരുമാനം. ജനം വാർത്തയ്ക്ക് പിന്നാലെ മറ്റു മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്തു. CPM ജില്ലാ സെക്രട്ടറിമാർ പട്ടിക നൽകാത്തതിനാൽ ഇതുവരെ ഡിവൈഎസ്പിമാരുടെയും SHOമാരുടെയും സ്ഥലം മാറ്റം നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചാൽ ഉടൻ നടക്കേണ്ട സ്ഥലം മാറ്റമാണ് അനിശ്ചിതമായി വൈകുന്നത്. ഇതിനൊപ്പം TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ചട്ടങ്ങൾ ലംഘിച്ച ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കവും പുറത്തായിരുന്നു. വിവാദം ശക്തമായതോടെ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാർ മുഖം രക്ഷിച്ചെങ്കിലും കൂടുതൽ തെളിവുകൾ പുറത്തുവന്നത് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി. ഈ രീതിയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തകൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ചോർത്തി നൽകുന്നു എന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. മുഖ്യമന്ത്രി നേരിട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ പോലും ചോരുന്നുവെന്ന് സർക്കാർ വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. വിവരങ്ങൾ ചോർത്തി നൽകുന്നതായി സംശയമുണ്ടായാൽ ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് സർക്കാർ നീക്കം. ആഭ്യന്തര വകുപ്പിന് പിന്നാലെ പോലീസിലും സർക്കാർ നടപടികൾ കടുപ്പിക്കും. ശക്തമായ നിയന്ത്രണങ്ങൾ പോലീസ് സേനയിൽ കൊണ്ടുവരണമെന്ന നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് സർക്കാർ നൽകും. ഇതിലൂടെ ഒരു പരിധിവരെ എതിരായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ആഭ്യന്തര വകുപ്പിലും പോലീസിലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ച ഉദ്യോഗസ്ഥരെ വരുതിയിലാക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഉദ്യോഗസ്ഥർക്കിടയിൽ മുൻപുണ്ടായിരുന്ന സ്വാധീനം നഷ്ടമാകുന്നതിൽ CPM-നും ആശങ്കയുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം.